അപ്പൊ നമ്മള് LPPയുടെ ബാലൻസ് എടുക്കാൻ പോകണേ. ഞാൻ തൽക്കാലം ഒരു ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങിയായിരുന്നു, റെക്കോർഡ് ആവാഞ്ഞോണ്ട് എടുക്കണേ. മിനിമൈസ് z is equal to 3x plus 5y subjected to x plus 3y greater than or equal to 3, x plus y greater than or equal to 2, x greater than or equal to 0, y greater than or equal to 0. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ രണ്ടെണ്ണത്തിന്റെ മീനിങ് എന്താണ്? ഇത് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിനെ മാത്രം നോക്കിയാൽ മതി, ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം മൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ പിന്നെ ബാക്കി രണ്ടെണ്ണത്തിന് വേണ്ടി മാത്രം ഗ്രാഫ് വരച്ചാൽ മതി. ഗ്രാഫ് വരയ്ക്കാൻ ആദ്യം എന്ത് ചെയ്യണം? ഇക്വാളിറ്റി മാറ്റി ഈക്വൽ ടു എഴുതി. എക്സ് പ്ലസ് 3y is equal to 3, എക്സ് ഇട്ടു, y എത്തി. എക്സിന് 0 കൊടുക്കുന്നു, 0 കൊടുത്തപ്പോ വൈയുടെ വാല്യൂ കിട്ടി. എക്സിന് 0 കൊടുക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻ എളുപ്പമായി, അതുകൊണ്ട് കൊടുത്തിയ. എക്സിന് 0 ഇട്ട് കൊടുത്തു, അടുത്ത വൈക്ക് 0 കൊടുത്തു, വൈക്ക് 0 കൊടുത്തപ്പം എക്സ് is equal to 3 കിട്ടി. നമുക്ക് ഫിനിഷ് ചെയ്യുന്നത് ഗ്രാഫിക്കലി ചെയ്ത് പോകാം കേട്ടോ. അതാവുമ്പത്തേന് കൺഫ്യൂഷൻസ് കുറയുമല്ലോ. ഞാൻ ക്വാഡ്രന്റ് വരയ്ക്കാൻ പോകും. ക്വാഡ്രന്റ് വരയ്ക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ക്വാഡ്രന്റിനാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഒരു പേരിന് കാണിച്ചാൽ മാത്രം മതി. എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? ആ എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0 വന്നത് കൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാഫ് വരച്ചു. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കാണിക്കുന്നു. ഇത് y, ഇത് ഒറിജിൻ, ഇത് x. ഓരോ പോയിന്റ് കാണിക്കുക. 1 2 3 4 5 6 എക്സെട്ര ആവുന്നു. 1 2 3 4 5 6 എക്സെട്ര ആവുന്നു. ആവശ്യമുള്ള പിന്നെ വരയ്ക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് പോയിന്റ് നോക്കുന്നത്? എങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലി എക്സിന് 0 കൊടുത്താൽ y 1 എന്ന് വെച്ചാൽ എക്സ് 0 y 1 എവിടാ? y ആക്സിസിൽ. വൈക്ക് മാത്രമേ വിലയുള്ളെങ്കിൽ y ആക്സിസ്, എക്സിന് മാത്രമേ വിലയുള്ളെങ്കിൽ x ആക്സിസ്. അപ്പൊ എത്ര വരും? y ആക്സിസിലെ വന്നത് ഇതാണ് പോയിന്റ്. അപ്പം ഞാൻ വേറെങ്കിലും കാണിച്ചു തരാം. പോയിന്റ് മാർക്ക് ചെയ്തു, പോയിന്റിന് കറസ്പോണ്ടിങ് എഴുതി വെക്കുന്നു 0,1. ഇനി അടുത്തത് ഏതാണ്? 3,0. ആർക്ക് മാത്രം വില? എക്സിന് മാത്രം വില. എക്സ് ആക്സിസ് കാണിക്കുന്നു, അവിടെ പേര് എഴുതി വെക്കുന്നു 3,0. എന്ത് ലൈൻ? സോളിഡ് ലൈൻ. സോളിഡ് ലൈൻ ഒക്കെ നോക്കാൻ അറിയാലോ. ഇപ്പോ സോളിഡ് ലൈൻ വരച്ചു വെച്ചു. സോളിഡ് ലൈൻ വരച്ചു വെച്ചു. എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിച്ചു. പിന്നെന്ത് ചെയ്യണം? തുമ്പത്ത് പേര് എഴുതി വെക്കണം. എക്സ് പ്ലസ് 3y is equal to 3 എന്ന് എഴുതേണ്ടതല്ല, അതല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല എഴുതേണ്ടത്, is equal to. ഇനി ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കാം. അതും നിർബന്ധമൊന്നുമില്ല. എക്സിനും വൈക്കും 0 ഇടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിന്റെ പ്രാധാന്യം നമുക്ക് ഇനിയുള്ള പ്രോബ്ലത്തിൽ ഞാൻ കാണിച്ചു തരാം. നേരത്തെ ലീനിയർ ഇക്വാലിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഈ ചാപ്റ്റർ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ 0 0 ഇട്ടാൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ എക്സിനും 0 കൊടുക്കുന്നു, വൈക്കും 0 കൊടുക്കുന്നു. അതിന്റെ മീനിങ് ട്രൂ ആണെങ്കിൽ ഈ പോയിന്റ് വരണം, ഫോൾസ് ആണെങ്കിൽ ഈ പോയിന്റ് വരരുത്. നോക്ക്, ഇട്ട് കൊടുക്കുമ്പോ നമുക്ക് കിട്ടാൻ പോകുന്നത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നാ. ട്രൂ ആണോ? അല്ല, ഫോൾസ് ആണ്. ഫോൾസ് ആയ സ്ഥിതിക്ക് 0 0 വരരുത്. അപ്പൊ എങ്ങോട്ടാ ഷെയ്ഡ് ചെയ്യേണ്ടത്? ഈ ലൈനിന്റെ താഴേക്ക് ഷെയ്ഡ് ചെയ്താൽ 0 0 വരും അല്ലേ? ഈ ലൈനിന്റെ മുകളിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ 3 സ്റ്റാർട്ട് കാണിക്കും, എന്ന് വെച്ചാൽ ഈ റീജിയൻ ആണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്നൊന്ന് കാണിച്ചു വെച്ചാണ്. ഇനി നമുക്ക് രണ്ടാമത്തത് വരയ്ക്കാം. ഇവിടെ എക്സ്, വൈ, എക്സിന് 0 കൊടുത്താൽ ഇതെന്ത് കിട്ടും? y 2 എന്ന് കിട്ടും. വൈക്ക് 0 കൊടുത്താൽ ഇതെന്ത് കിട്ടും? x2 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇങ്ങനെ 0 2 വൈക്ക് മാത്രമല്ല വൈയിലെ 2, വൈയിലെ 2 പേര് കാണിക്കുന്നു 0,2. 2,0 എന്ന് വെച്ചാൽ എന്താ? എക്സിലെ 2 ചെയ്തു
0. എന്ത് ലൈൻ? സോളിഡ് ലൈൻ വരയ്ക്കുന്നു. സോളിഡ് ലൈൻ വരയ്ക്കുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുന്നു. മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്ത് കൊടുക്കുന്നു? പേര് കൊടുക്കുന്നു. പേരെന്താണ്? എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2. ഇവിടെ ഞാൻ ഇനിക്വാലിറ്റി മാറ്റി എഴുതിയില്ല. മാറ്റി എഴുതണം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2. ഇനി നോക്ക്, ഇതിനകത്തും 0 0 ഇടുക. 0 0 ഇടുക. എന്താണ് ഇടുന്നത്? 0 0 ഇടുക. 0 0 ഇടുമ്പോ ഇത് 0 പ്ലസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എന്നിട്ട് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ട്രൂ ആണോ? ഫോൾസ്. ഫോൾസ് ആയ സ്ഥിതിക്ക് ഇത് വരരുത്. ഈ ലൈൻ താഴേക്ക് ഷെയ്ഡ് ചെയ്താൽ ഇത് വരും അല്ലേ? അപ്പൊ എന്താണ്? മുകളിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പച്ച ലൈന്റെ മുകളിലേക്കാണ് മനസ്സിലായി, നീല ലൈന്റെ മുകളിലേക്കാണ് മനസ്സിലായി. അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണമെങ്കിൽ ഞാൻ കാണിക്കും. ഞാൻ പച്ച ലൈന്റെ മുകളിലേക്ക് ഒരു വെള്ള വര കൊണ്ട് കാണിക്കുക. അല്ല വേണ്ട, ഇതിനേക്കാളും ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമുള്ള ഒരു വഴി പറഞ്ഞുതരാം. പച്ച ലൈന്റെ മുകളിൽ അപ്പം നമുക്ക് ഓരോ ഇത് കണ്ടോ, ഈ നീലയും പച്ചയും ലൈൻ ക്രോസ് ചെയ്തേക്കുമ്പോ ഒരു എക്സ് ഫോം അല്ലേ, എക്സ് പോലെ അല്ലേ ഇരിക്കുന്നത്. നമുക്ക് ഓരോ പോർഷൻ നോക്കാം. ഈ പോർഷനെ ഞാൻ നോക്കൂ. ഈ പോർഷൻ പച്ചയുടെ താഴെയാണ്, അതുകൊണ്ട് പച്ച ഷെയ്ഡിങ് ഇവിടെ വരുന്നില്ല. അടുത്ത ഈ പോർഷൻ നോക്കുക. ഈ പോർഷൻ പച്ചയുടെ താഴെയാണ്, അതുകൊണ്ട് ഇവിടെ പച്ച ഷെയ്ഡ് വരുന്നില്ല. അടുത്തത് ഈ പോർഷൻ നോക്കാം. ഈ പോർഷൻ പച്ചയുടെ മുകളിലാണ്. നമുക്ക് വേണ്ടത് പച്ചയുടെ മുകളിൽ നീലയുടെ മുകളിലാണ്. പച്ചയുടെ മുകളിലാണ്, നീലയുടെ മുകളിലാണ്. അപ്പൊ ഈ പോർഷൻ വരുന്നുണ്ട്. ഈ പോർഷൻ പച്ചയുടെ മുകളിലാണ്, പക്ഷെ നീലയുടെ താഴെയാണ്. അപ്പൊ ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗം മനസ്സിലായോ? ഇങ്ങനെ എക്സ് പോലെ പോയിരിക്കുന്നതിന്റെ ഏത് ഭാഗം മാത്രം മതി? ഈ ഭാഗം മാത്രം മതി ഷെയ്ഡ് ചെയ്യാൻ. അതോ ഈ ഭാഗം മുഴുവൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. എന്ന് വെച്ചാൽ ഇതൊരു ക്ലോസ്ഡ് അല്ല, ഇതൊരു ഓപ്പൺ റീജിയൻ. ഓപ്പൺ റീജിയൻ മീൻസ് അതിന് എന്താണ്, എന്തെങ്കിലും ഒന്നേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, മിനിമമോ മാക്സിമമോ. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം മിനിമൈസ് ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കുന്നതിന് മുന്നേ എന്ത് വേണം? ഗ്രാഫിൽ ഓരോ കോർണറുകളും മാർക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഷെയ്ഡഡ് റീജിയൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക. പച്ച താഴെ മുകളെന്ന് പറഞ്ഞാലും ഫസ്റ്റ് ക്വാർട്ടറിന്റെ മാത്രം കൺസിഡർ ചെയ്താൽ മതി അല്ലെ? പച്ചയുടെ നിരയുടെ മുകളിൽ ഇതാണ് ഭാഗം. അപ്പൊ നമുക്ക് കോർണർ പോയിന്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു കോർണർ വന്നു, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു കോർണർ വന്നു, അവിടുന്ന് അങ്ങനെ വന്ന് ഇവിടെ ഒരു കോർണർ വന്നു. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തോണ്ടിരിക്കുക, കോർണർ കിട്ടില്ല. അപ്പൊ ആകെ മൊത്തം 3 കോർണേഴ്സ് ഉണ്ട്. 3 കോർണറില്ലേ? 3 കോർണറിനും പേര് കൊടുക്കാം. ഇഷ്ടമുള്ള പേര് കൊടുത്തോട്ടോ. ഞാൻ ഇതിന് എ എന്ന് കൊടുക്കുന്നു, ഇതിന് ബി എന്ന് കൊടുക്കുന്നു, ഇതിന് സി എന്ന് കൊടുക്കുന്നു. അപ്പൊ ഞാൻ ടേബിൾ വരയ്ക്കാൻ പോവാ. ടേബിൾ വരയ്ക്കുമ്പോ ആദ്യം ടേബിൾ വരയ്ക്കുന്നു. ടേബിൾ വരയ്ക്കുമ്പോ ആദ്യത്തെ കോളത്തിൽ എന്താ വേണ്ടേ? പോയിന്റ് എഴുതണം. രണ്ടാമത്തെ കോളത്തിൽ വാല്യൂ. ആദ്യത്തെ കോളത്തിൽ പോയിന്റ്, രണ്ടാമത്തെ കോളത്തിൽ വാല്യൂ. ഞാൻ സ്ലോയിൽ എടുക്കുന്നതാ കേട്ടോ മോനെ. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് നോക്ക്. എ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എത്ര? 0,2. ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അത് എത്രയാണെന്ന് അറിയാവോ? ഇല്ല. സി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഇത് എത്രയാണ്? 3,0 ആണ്. അപ്പൊ ബി അറിയത്തില്ല അല്ലെ? ബി എങ്ങനെ കണ്ടുപിടിക്കും? ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടായിരിക്കുന്നത് ഈ 2 ലൈനുകൾ കൂട്ടിമുട്ടിയാണ്. ആ 2 ലൈനിന്റെയും ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യാൻ പോവാ. ആദ്യത്തെ ലൈൻ എക്സ് പ്ലസ് 3y is equal to 3, x plus y is equal to 2. ഇതിന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സും എക്സും പോയി. 3y ഒരു y പോയി കഴിഞ്ഞാൽ 2y is equal to 3 2y 1. y is equal to half എന്ന് കിട്ടി. ഈ വാല്യൂ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഓർത്തിട്ടുക. ഞാൻ ഇതിലിടുക. കാര്യം എനിക്ക് എളുപ്പം അതാ. എക്സ് പ്ലസ് വൈക്ക് പകരം ഹാഫ് ഇട്ടു.
x is equal to 2 എന്ന് വെച്ചാൽ x is equal to 2 minus half 4 minus 1 3/2 എന്ന് കിട്ടി. അപ്പോൾ ഈ പോയിന്റ് എത്രയാണ്? എക്സിന്റെ വാല്യൂ 3/2, വൈയുടെ വാല്യൂ 1/2. ഈ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? വാല്യൂ കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്യാ? z is equal to എന്താണ് തന്നേക്കുന്നത്? z is equal to 3x plus 5y. 3x plus 5y. അപ്പോൾ ഇവിടെ 3 into x എത്ര? 0 plus 5 into y എത്ര കിട്ടും? 10. ഇവിടെ എത്രയാണ്? 3 into 3/2 plus 5 into 1/2. ഇത് എത്ര കിട്ടും? 9/2 ഉം 5/2 ഉം കൂടെ ആകുമ്പോൾ 9 5 14 14/7 എന്ന് കിട്ടി. അടുത്തത് 3 into 3 plus 5 into 0 എത്ര കിട്ടി? 9 എന്ന് കിട്ടി. അപ്പൊ കിട്ടിയ ആൻസറുകള് 9, 7, 10. 9, 7, 10. ചോദ്യം എന്താണ്? മിനിമൈസ് ആണ്. മിനിമം വാല്യൂ ഏതാണ്? ഇതാണ്. അപ്പം എന്താണ് എഴുതേണ്ടത്? മിനിമം അറ്റ് ബി എന്ന് എഴുതുന്നില്ല. കാര്യം ഓരോരുത്തർ ഞാൻ ബി എഴുതിയത് ചിലപ്പോൾ അടുത്ത ആൾക്ക് സി ആയിരിക്കും. ഞാൻ കൊടുത്ത പോലെ പേര് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ വില സെയിം ആയിരിക്കും. അതുകൊണ്ട് ഞാൻ മിനിമം അറ്റ് 3/2, 1/2 ആൻഡ് മിനിമം വാല്യൂ ഇസ് ഈക്വൽ ടു എത്ര? 7. മാക്സിമം ചോദിച്ചെങ്കിലോ 0,2 വന്നേനെ. ക്ലിയർ ആയോ? അപ്പം ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 2.2 ചാപ്റ്റർ എത്രയാണ്? 12.1ലെ 5th ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് 5, 6. അടുത്ത ടൈപ്പ് ചെയ്യാൻ പോവാം. അടുത്ത ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേന് പാസസ് ത്രൂ ഒറിജിൻ ടൈപ്പും ആണ്. പോരാതെ 3 എണ്ണം വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: മിനിമൈസ് ആൻഡ് മാക്സിമൈസ്. അപ്പൊ എന്താണ്? മിനിമൈസും ചെയ്യണം, മാക്സിമൈസും ചെയ്യണം. മിനിമൈസും ചെയ്യണം, മാക്സിമൈസും ചെയ്യണം. ഓക്കെ, എന്തിനെയാണ്? അപ്പൊ ഞാൻ എക്സ്പ്രഷൻസ് പറയാൻ പോവാണ് കേട്ടോ. എന്തിനെയൊക്കെയാണ് മിനിമൈസ് ചെയ്യേണ്ടത്, എന്തിനെയൊക്കെയാണ് മിനിമൈസ് ചെയ്യേണ്ടത്, മാക്സിമൈസ് ചെയ്യേണ്ടത്, ഇക്വേഷൻസ് പറയാൻ പോവാണ്. z is equal to എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും അവസാനമാണ് മൈൻഡ് ചെയ്യുന്നത്. z is equal to 5x plus 10y. 5x plus 10y. Subjected to the constraints പറയുകയാണ് x plus 2y less than or equal to 120, x plus y greater than or equal to 60, x minus 2y greater than or equal to 0, x greater than or equal to 0, y greater than or equal to 0. നമുക്കറിയാം x greater than or equal to 0, y greater than or equal to 0 എന്ന് പറഞ്ഞാൽ എന്തുവാ സംഭവം? ഫസ്റ്റ് ഓർഡർ. അപ്പൊ ബാക്കിയുള്ളത് മാത്രം മൈൻഡ് ചെയ്താൽ മതി. ഓരോന്നോരോന്ന് ചെയ്യാൻ പോവാം. ആദ്യത്തത് എടുക്കുവാണ്. ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ മാറും? x plus 2y is equal to 120 എന്ന് വരും. ബോക്സ് വരയ്ക്കുക. രണ്ടാമത്തെ ഞാൻ എല്ലാ ഇക്വേഷൻ എഴുതും ആദ്യം. ബോക്സ് വരച്ചു. ആലോചിച്ച് നോക്ക്, ഓരോന്നോരോന്ന് ആലോചിച്ച് നോക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഇതിലൊരാൾ സ്പെഷ്യൽ കേസാണ്. അയാളെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കിട്ടിയോ? എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഐഡിയ കിട്ടിയല്ലോ.
ബോക്സ് വരച്ചു കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങാവേ. ഞാൻ എന്താ പതുക്കെ പതുക്കെ എടുക്കുന്നതെന്ന് വെച്ചാല്, ഒന്നാമത് എനിക്ക് വരയ്ക്കേണ്ട താമസമുണ്ട്, രണ്ടാമത്തത് ഉറപ്പായിട്ടും ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ, മിനിമം 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ്. ഓക്കെ, അപ്പൊ എഴുതാൻ പോവാണ്. ഇത് എക്സ് വൈ. എക്സ് 0 കൊടുക്കുമ്പോൾ y 2y is equal to 120 എന്ന് കിട്ടും, y is equal to 60 എന്നും. y 0 കൊടുക്കുമ്പോൾ x 120 എന്ന് കിട്ടി. അടുത്തത് ഇതെങ്ങനെ മാറും? എക്സ് പ്ലസ് വൈ is equal to 60 എന്ന് വെച്ചാൽ എക്സ് വൈ. എക്സ് 0 കൊടുക്കുമ്പോൾ y 60 എന്നും y 0 കൊടുക്കുമ്പോൾ x 60 എന്നും കിട്ടി. എക്സ് മൈനസ് 2y is equal to 0. ഇതായിരുന്നു സ്പെഷ്യൽ ആള്. എങ്ങനെ സ്പെഷ്യൽ ആളെ ഐഡന്റിഫൈ ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ഇല്ല, കോൺസ്റ്റന്റിന്റെ പകരം 0യോ അല്ലെങ്കിൽ കോൺസ്റ്റന്റിന്റെ അബ്സെൻസോ ഉണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ആളാണെന്ന് മനസ്സിലാക്കിക്കോണം. എക്സ് എഴുതി, വൈ എഴുതി. എക്സിന് 0 കൊടുക്കുമ്പോൾ മൈനസ് 2y is equal to 0 എന്നും വൈക്ക് 0. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സും 0 കിട്ടും. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പോയിന്റേ കിട്ടുള്ളൂ. ഒരൊറ്റ പോയിന്റ് ഉള്ളെങ്കിൽ നമുക്ക് കറക്റ്റ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല. ഒരു പോയിന്റ് കൂടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് രണ്ടാമത് 0 കൊടുക്കുന്നില്ല വൈക്ക്, പകരം എക്സിനോ വൈക്കോ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കുക. അതിനാണ് ഞാൻ ഇന്ന് ക്ലാസ് തുടങ്ങിയപ്പോ ആദ്യം പറഞ്ഞത് എക്സിന് 0 കൊടുക്കണം നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, എക്സിന് 0 കൊടുക്കണം നിർബന്ധമില്ല. 0 കൊടുക്കുന്നത് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ എക്സിനോ വൈക്കോ ഇഷ്ടമുള്ള വില കൊടുക്കുക. ഞാൻ എക്സിന് 1 എന്ന് കൊടുത്തെന്ന് വെച്ചോ. അപ്പൊ ഈ ഈക്വേഷൻ എങ്ങനെ മാറും? 1 മൈനസ് 2y is equal to 0 എന്ന് വരും. 1 is equal to മൈനസ് 2y പ്ലസ് 2y എന്ന് വരും. y is equal to half എന്ന് കിട്ടും. ഈ എക്സിന് പകരം 2 കൊടുക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ വേണേ കുറച്ചുകൂടെ മാറ്റി എങ്ങനെ എഴുതാം? ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ x is equal to 2y എന്ന് കിട്ടി. എക്സിന് 1 കൊടുക്കുമ്പോ x is equal to 2y എന്ന് കിട്ടി. എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്ന 1/2. അപ്പൊ ഇഷ്ടമുള്ള രീതി എഴുതുക. പോയിന്റ് കിട്ടി കണ്ടോ? ഇവിടെ എല്ലാം എക്സിന് 0 കൊടുത്തൊരു വാല്യൂ കണ്ടുപിടിച്ചു, വൈക്ക് 0 കൊടുത്തൊരു വാല്യൂ കണ്ടുപിടിച്ചു. പക്ഷെ ഇവിടെ വന്നപ്പോ ട്വിസ്റ്റ് വന്നു. എന്തുകൊണ്ട്? കോൺസ്റ്റന്റ് ഇല്ല. കോൺസ്റ്റന്റ് ഇല്ല എങ്കിൽ പ്രത്യേകത എന്താണ്? ലൈൻ പാസസ് ത്രൂ ഒറിജിൻ. 0 0 എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ? കോൺസ്റ്റന്റ് ഇല്ല എങ്കിൽ എന്റെ മീനിങ് ലൈൻ പാസസ് ത്രൂ ഒറിജിൻ. ലൈൻ പാസസ് ത്രൂ ഒറിജിൻ. പിന്നെ രണ്ടാമത്തെ മീനിങ് എക്സിനോ വൈക്കോ ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുത്ത് വേണം ബാക്കി കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഗ്രാഫ് വരച്ചു തുടങ്ങാം. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം മതി. ഞാൻ 1 ഉം 1/2 മാറ്റുക തൽക്കാലം. എന്താന്ന് വെച്ചാൽ ഈ സ്കെയില് വലിയൊരു സ്കെയിൽ അല്ലേ, 60 അങ്ങനെയൊക്കെ ഉള്ളത്. ഞാനപ്പം 1ന് പകരം ഒരു 100 ആ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ 60 120 മാർക്ക് ചെയ്യുന്നിടത്ത് 1ഉം 1/2 കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാ. 100 കൊടുത്താൽ എക്സിന് 100 കൊടുത്താൽ y എന്താകും? 100/2 50 ആകും. ക്ലിയർ? ഡൗട്ട് ഉണ്ടോടാ മോനെ? y എന്തായി? 50. എന്തുകൊണ്ട് അത് കൊടുത്തെന്ന് മനസ്സിലായല്ലോ. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോവാ. ഇത് 0, 10 20 മാർക്ക് ചെയ്യുക. 10 20 30 അങ്ങനെ 120 വരെ വേണം. ശരിക്കും ഇത്രയൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ, നമുക്ക് സ്കെയിലിനെ മാറ്റി മാറ്റി എഴുതാം. എന്നാലും ഞാൻ എല്ലാ കൺസെപ്റ്റും കൂടെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി എഴുതുക. വൈയുടെ വാല്യൂ എവിടെ വരെ മതി? 60 60 50. വൈക്ക് ഒരു 60 ഒക്കെ വരെയാണേലും മതി. 10 20 30 40 50 60 70 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ,
നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. ആദ്യത്തെ എടുക്കും. ആദ്യത്തെ പോയിന്റുകൾ പറ. താഴെ 0, 6 120 0. 0, 6 എന്ന് പറയുമ്പോ 6 അല്ല 0, 60 ഏതാ y കമ്പണന്റ് മാത്രം. അപ്പൊ y-ൽ 60. അപ്പൊ ഇതാണ് പോയിന്റ് 0, 60. അടുത്ത 120 0 എന്ന് പറഞ്ഞാൽ ഇതാ. എന്താണ്? എല്ലാം സോളിഡ് ലൈനാ. ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. അതിന്റെ പേര് എഴുതുന്നു x plus 2y is equal to 120. എവിടെ ഷെയ്ഡ് ചെയ്യേണ്ടത് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാണ്. 0 കൊടുത്താൽ 0 plus 0 0 0 less than or equal to 120. 0 0 കൊടുത്താൽ ട്രൂ ആണ്. അതുകൊണ്ട് ഈ മഞ്ഞ ലൈൻ എങ്ങോട്ടാണ് താഴെ ഷെയ്ഡ് ചെയ്യേണ്ടത്? താഴേക്ക്. അപ്പൊ ഞാൻ ചുമ്മാ ഇതിന് നേരെ കാണിക്കുക, താഴേക്ക് ഷെയ്ഡ് ചെയ്യുന്നു. എല്ലാം കൂടി ഷെയ്ഡ് ചെയ്യുന്നതിൽ നല്ലത് അവസാനം ഐഡന്റിഫൈ ചെയ്ത് ഷെയ്ഡ് ചെയ്യുന്നില്ലേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ എടുക്കാം. 60 60 ആണ്. ഇത് ഏതൊക്കെ പോയിന്റ്? 0, 60 60 0. 0 60 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 60 0 ഇവിടെ. വേറൊരു കളർ എടുക്കുക. ഞാൻ ഈ കളർ മാറ്റുന്ന കിച്ചുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അല്ലാതെ പേനയുടെ കളർ മാറ്റണമെന്നൊന്നും ഇല്ല. ഇതുപോലെ സൈഡിൽ നിന്ന് എഴുതി വെച്ചാൽ മതി. താഴേക്കാ ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ പോകുന്നു. ലൈനിന്റെ പേര് x plus y is equal to 60. നമുക്ക് ഇക്വേഷനിൽ ഒന്ന് ഇട്ട് നോക്കാം. 0 0 ഇട്ട് കൊടുക്കാം. 0 0 എന്ന് പറഞ്ഞാൽ 0. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ് ആണ്. അപ്പം ഒറിജിൻ ഇല്ലാത്ത ഭാഗം എന്ന് വെച്ചാൽ മുകളിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അടുത്തത് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അടുത്ത ഏതാണ് പോയിന്റ്? പറ. 0 0 അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം. കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ പാസസ് ത്രൂ ഒറിജിൻ. 100 0 150 0 0 എന്ന് പറഞ്ഞാൽ ഇത് 150 എന്ന് പറഞ്ഞാൽ എന്താ? എക്സിലെ 100 വൈയിലെ 50 കൂട്ടിമുട്ടുന്ന എവിടെ? വൈയിലെ 50 ഒരു വര ഇങ്ങനെ വരയ്ക്കുന്നു. എക്സിലെ 100 ഒരു വര ഇങ്ങനെ വരച്ച് നോക്കിയാൽ അത് ഇവിടെ കൂട്ടിമുട്ടും. ഇതാണ് എന്ത്? 100,50. ഇവന്മാരെ തമ്മിൽ ഞാൻ കണക്ട് ചെയ്യാൻ പോവാ. ലൈൻ എടുക്കുന്നേ. ഇങ്ങനെ പോകുന്നു. ലൈനിന്റെ പേരെന്താണ്? x minus 2y is equal to 0. അപ്പൊ ഇതിനകത്ത് വന്ന് 0 0 ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 0 0 ഇടുക. അപ്പൊ എന്താ? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0 0 ഇട്ട് കൊടുത്താൽ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? ട്രൂ ആണെങ്കിൽ 0 0 ഉള്ള ഭാഗം, ഫോൾസ് ആണെങ്കിൽ 0 0 ഇല്ലാത്ത ഭാഗം എന്നല്ലേ പഠിച്ചു വെച്ചേക്കുന്നേ. 0 0 ഇട്ട് കൊടുത്താൽ ഇവിടുത്തെ കുഴപ്പം എന്താ? ട്രൂ ആണ്. ഇത് 0 0 കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് അല്ലേ? ഇത് 0 0 കൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. എന്ന് വെച്ചാൽ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും 0 0 ടച്ച് ചെയ്യും. അതുകൊണ്ട് നമുക്ക് 0 0 ഇട്ട് ചെക്കിങ് പറ്റത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചെക്ക് ചെയ്യാൻ വാല്യൂ കണ്ടുപിടിക്കാനും 0 വേണമെന്നില്ല, ചെക്ക് ചെയ്യാനും 0 വേണമെന്നില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇഷ്ടമുള്ളൊരു x ആക്സിസിലെയോ y ആക്സിസിലെയോ ഇഷ്ടമുള്ളവരെണ്ണം എടുക്കുക. അവിടുത്തെ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ എന്റെ എളുപ്പത്തിന് പറയുക. ഏതെടുക്കാം? ഇഷ്ടമുള്ള പേര്. ഞാൻ തൽക്കാലം 40 എടുക്കുക. ഈ പോയിന്റ് ഏതാ? പോയിന്റ് പറ. 40,0 അല്ലേ? അപ്പൊ എന്താണ് ചെയ്തത്? 0 0 ഇട്ട് കൊടുത്ത് കൺഫേം ചെയ്യാൻ പറ്റാത്ത കേസുകൾ എപ്പോഴാ? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന കേസ് വരുമ്പോൾ ചെയ്യേണ്ട പരിപാടി എളുപ്പത്തിന് വേണ്ടി പറയാണ്. എക്സ് ആക്സിസിലെയോ വൈ ആക്സിസിലെയോ ഇഷ്ടമുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്ത് അതിന്റെ പേര് എഴുതി വെക്കുക. ഞാൻ ചൂസ് ചെയ്തത് എക്സിലെ 40 ആണ്. എന്ന് വെച്ചാൽ 40,0. ഇനി ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഇക്വേഷനിലോട്ട് എക്സിന് പകരം 40 ഈ ചൂസ് ചെയ്ത വരെയും വൈക്ക് ഈ ചൂസ് ചെയ്ത വരെ ഇടുക.
ഇട്ട് കൊടുത്തേ. എക്സിന് പകരം 40 മൈനസ് 2 ഇൻറ്റു 0 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 40 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ട്രൂ അല്ലേ? ട്രൂ ആയ സ്ഥിതിക്ക് ഈ പോയിന്റ് ഉള്ള ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. ഈ പോയിന്റ് എവിടെയാണുള്ളത്? ലൈനിന്റെ താഴെയാണുള്ളത്. അപ്പോ ഈ ഇത് ലൈനിന്റെ താഴേക്ക് ഷെയ്ഡ് ചെയ്യണം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. ഞാൻ ഈ പോയിന്റ് ആയിരുന്നു തൽക്കാലം എടുത്തിരുന്നതെന്ന് വിചാരിക്കുക. ആ പോയിന്റ് ആണ് എടുത്തിരുന്നതെങ്കിൽ എങ്ങനെ വരും? 0,20 എന്നാകും അല്ലേ? വൈയിലതാകുമ്പോ വൈക്ക് മാത്രമേ. എന്നിട്ട് എക്സിന് പകരം 0യും വൈക്ക് പകരം 20 ഇട്ട് കൊടുത്തേ. 0 മൈനസ് 2 ഇൻറ്റു വൈ എത്ര? 20 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ മൈനസ് 40 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ട്രൂ ആണോ? ഫോൾസ് ആണ്. എന്ന് വെച്ചാൽ ഈ പോയിന്റ് ഇല്ലാത്ത ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യുക. മുകളിലേക്ക് ഷെയ്ഡ് ചെയ്താൽ ഈ പോയിന്റ് വരത്തില്ലേ? താഴേക്ക് ഷെയ്ഡ് ചെയ്താൽ ഈ പോയിന്റ് വരാതെ കിട്ടത്തില്ലേ? അപ്പൊ ഇതിലെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ള പോയിന്റ് എടുത്ത് ചെയ്യുക. ഇനി നമുക്ക് കോമൺ ഷെയ്ഡ് കണ്ടുപിടിക്കണം അല്ലേ? അതിനെങ്ങനെയാ ചെയ്യേണ്ടത്? നമുക്ക് ഓരോ പോർഷൻ നോക്കാം. ഇതിനെ ഇപ്പൊ പല പല പോർഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? കണ്ടേ, ഇവിടെ തുടങ്ങുവാണേ. ഈ പോർഷൻ 3 കണ്ടീഷനെ നോക്കിക്കേ. ചുമല വരയുടെ താഴ്ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഭാഗത്ത് ഷെയ്ഡിങ് വരുവോ? ഇല്ല. അപ്പൊ ഈ ഭാഗം കോമൺ അല്ല. കാര്യം എന്താ? ചുമല വരയുടെ താഴെയാണ് വരേണ്ടത്. ഇത് ചുമല വരയുടെ മുകൾ ഭാഗമാണ്. അടുത്തത് ഈ പോർഷൻ നോക്ക്. ചുമല വരയുടെ താഴെയാണ് വരേണ്ടത്. ഇത് മുകളാണ്. അപ്പൊ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഉറപ്പിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായല്ലോ? ചുമല വരയുടെ മുകളാണ്, മുകളാണ്, മുകളാണ്. അപ്പം ഇത് 3 തെറ്റി. ഇതും താഴെയാണ്. അപ്പൊ ചുമല വരയുടെ ശരിയാണ്. ബാക്കി വരയുടെ കൂടെ നോക്കണ്ടേ? മഞ്ഞ വരയുടെ താഴ്ഭാഗം വേണം. പക്ഷെ ഇത് മഞ്ഞ വരയുടെ മുകൾ ഭാഗമല്ലേ? അപ്പൊ ഇതും വരത്തില്ല. അപ്പൊ ഈ 2 പോർഷന് ചുമല വരയുടെയും താഴെയാണ്, മഞ്ഞ വരയുടെയും താഴെയാണ്. ഇനി എന്താണ് വരേണ്ടത്? നീലവരയുടെ നോക്കിക്കുക. നീലവരയുടെ മുകളിൽ വേണം. ഈ ഭാഗം നീലവരയുടെ താഴെയാണ്, ഈ ഭാഗം നീലവരയുടെ മുകളിലാണ്. അപ്പൊ വേണ്ട കിട്ടിയ കണ്ടോ? ചുമലവരയുടെ താഴെ, മഞ്ഞവരയുടെ താഴെ, നീലവരയുടെ മുകളിൽ കോമൺ ഷെയ്ഡഡ് പോർഷൻ തേണ്ട കിടക്കുന്നു. ക്ലിയർ? കോമൺ ഷെയ്ഡഡ് കണ്ടുപിടിച്ചത് മനസ്സിലായോ കുഞ്ഞെ? ഇനി കോമൺ ഷെയ്ഡഡ് കിട്ടിയ സ്ഥിതിക്ക് അടുത്ത പരിപാടി എന്താണ്? കോർണർ പോയിന്റുകൾ. വേണ്ടേ? കോമൺ ഷെയ്ഡഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ മുട്ടി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ മുട്ടി. ഇത്രയുമാണ്. അപ്പൊ ഇവർക്ക് പേര് കൊടുക്കാം. എങ്ങനെ പേര് കൊടുക്കുന്നേ? ഇഷ്ടമുള്ളിടത്തുനിന്ന് തുടങ്ങാം. ഞാൻ ഇവിടെ എത്തുക. എ, ബി, സി, ഡി. ഡി അറിയാലേ? ഇതേതാ? 60,0 ഇതും അറിയാലേ? 120,0. ഇതറിയാവോ? ഇല്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആ 2 ലൈൻ ഏതൊക്കെയാണ് നോക്കിക്കേ. ചുമലയും മഞ്ഞയും കൂടെ അല്ലേ കൂട്ടിമുട്ടിയേക്കുന്നേ? ചുമലയും മഞ്ഞയും കൂടെ കൂട്ടിമുട്ടിയ പോയിന്റ് ആണ് ബി. ചുമലയും മഞ്ഞയും കൂടെ. അപ്പം ബി കണ്ടുപിടിക്കാൻ വേണ്ടി ചുമലയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് 2y is equal to 0. മഞ്ഞയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് 2y is equal to 120. ഇത് തമ്മിൽ സോൾവ് ചെയ്തേ. എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് തമ്മിൽ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് -2y പ്ലസ് 2y കൂടെ വെട്ടിക്കളയാം അല്ലേ? ഇക്വേഷൻ സോൾവിംഗ് ഒന്നും എടുത്ത് പഠിപ്പിക്കുന്നില്ല. അതൊക്കെ പണ്ടേ അറിയാവുന്നതാ. എക്സും എക്സും കൂടെ എന്തായി? 2x ആയി. -2y പ്ലസ് 2y കൂടെ വെട്ടിപ്പോവും. ഈക്വൽ ടു 0 പ്ലസ് 120 എന്താവും? 120 ആയി. എക്സ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 120/2 60. ഈ എക്സിന്റെ വാല്യൂ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഇടുക. ഇത് ഇടാം. അപ്പൊ എന്ത് കിട്ടും? ഈ എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 0 ആണ്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 60. 60 മൈനസ് 2y ഈസ് ഈക്വൽ ടു 0 ആണ്. 60 ഈസ് ഈക്വൽ ടു 2y ആണ്. y ഈസ് ഈക്വൽ ടു 30 ആണ്. നിങ്ങൾക്ക് ശരിക്കും ഗ്രാഫ് തരത്തില്ല. പക്ഷെ CBSE-കാർക്ക് ഗ്രാഫ് പേപ്പർ തരും. അപ്പൊ ഗ്രാഫ് പേപ്പർ നോക്കി ഐഡന്റിഫൈ ചെയ്യാം CBSE ആണ്. ഇവിടെ കിട്ടിയത് എക്സിന്റെ വാല്യൂ 60, വൈയുടെ വാല്യൂ 30. ശരിക്കും തരരുത്, കണ്ടുപിടിക്കാവുന്നയാ. അപ്പൊ അതെ അല്ലേ? നോക്കിക്കേ,
ഞാൻ വരച്ച വരകൾ കറക്റ്റ് ആണെങ്കിൽ, എനിക്കിത് കറക്റ്റ് ഇതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നല്ലോ, പക്ഷെ ഞാൻ വരച്ച വര അത്യാവശ്യം സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അത് എക്സിൽ 60ഉം വൈയിൽ 30ഉം കൂടെ കൂട്ടിമുട്ടുന്നതല്ലേ. ഇതെനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നു ഇതൊരു 40,20 ആവാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഞാൻ വരച്ചേക്കുന്ന ഗ്രാഫ് വെച്ചിട്ട്. പെർഫെക്റ്റ് ഗ്രാഫ് കിട്ടിയാലേ നമുക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഞാൻ ഏകദേശം പറഞ്ഞു തരാം. നമ്മൾ ഏകദേശം അല്ല, സ്റ്റേറ്റുകാർ ഇത് എന്ത് ചെയ്യണം, സോൾവ് തന്നെ ചെയ്യണം. അപ്പൊ ഈ പോയിന്റ് എക്ക് വേണ്ടി ചെയ്യാൻ പോവാണ്. എ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരെയാ കൂട്ടിമുട്ടിയേക്കുന്നത്? ചുമലയും നീലയും. ചുമലയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് 2y is equal to 0. നീലയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് വൈ is equal to 60. എക്സ് പ്ലസ് വൈ is equal to 60. ഇതൊക്കെ ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം. എക്സിൽ നിന്ന് എക്സ് പോയാൽ 0. മൈനസ് 2y മൈനസ് വൈ എത്ര വരും? മൈനസ് 3y. 0 മൈനസ് 60 എത്ര കിട്ടും? മൈനസ് 60. മൈനസ് മൈനസ് വെട്ടിപ്പോ y is equal to 60/3. 20 എന്ന് കിട്ടി. ഈ 20 കൊണ്ടുവന്ന് ഞാൻ ഇത് എടുക്കാം. എക്സ് പ്ലസ് വൈ is equal to 60 എന്ന് നമുക്കറിയാം. വൈക്ക് വരും 20 ഇട്ടാൽ എക്സ് പ്ലസ് 20 is equal to 60 എന്നറിയാം. എക്സ് is equal to 60 minus 20 40 എന്നറിയാം. ഞാൻ നേരത്തെ ഒരു ഊഹം പറഞ്ഞില്ലായിരുന്നോ 40,20 ആയിരിക്കുമെന്ന്? അതിനൊന്നില്ലേ. അടുത്ത പരിപാടി എന്താണ്? ടേബിൾ വരയ്ക്കാൻ പോവാണ്. ശരിക്കും ഈ 3 പോയിന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് പഠിച്ച് നല്ലതായിട്ട് ചെയ്യാൻ അറിയാന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ബാക്കിയെല്ലാം അറിയാം. 3 പോയിന്റിന്റെ മാത്രമല്ല, ഒറിജിനിൽ കൂടെ പോകുന്നത് ഉൾപ്പെടുന്ന 3 പോയിന്റിന്റെ കിട്ടിയാൽ ഉറപ്പായിട്ട് നമ്മൾ കാണാൻ പഠിച്ചു, നല്ലതായിട്ട് പഠിച്ചു. അതിന്റെ മീനിങ് പോയിന്റ്, വാല്യൂ ഏതൊക്കെയാണ്? എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു, സി ഉണ്ടായിരുന്നു, ഡി ഉണ്ടായിരുന്നു. ഡി എന്ന് പറഞ്ഞാല് 60,0 ആയിരുന്നു. സി എന്ന് പറഞ്ഞാൽ 120,0 ആയിരുന്നു. മറ്റേത് എത്രയായിരുന്നു? എ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാല് 60,30 ആയിരുന്നു. എ എന്ന് പറഞ്ഞാൽ 40,20 ആയിരുന്നു. നമ്മൾ ഇസഡ് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇസഡ് ഇസ് ഈക്വൽ ടു എത്രയെന്നായിരുന്നു പറഞ്ഞത്? ഇസഡ് ഇസ് ഈക്വൽ ടു 5x plus 10y അല്ലേ? 5x plus 10y എന്ന് വെച്ചാൽ 5 into 40 plus 10 into 20 എത്ര വരും? 400 എന്ന് വരും. അടുത്തത് 5 into 60 plus 10 into 30 എത്ര കിട്ടും? 600 എന്ന് കിട്ടും. അടുത്തത് 5 into 120 plus 10 into 0 600 എന്ന് കിട്ടും. അടുത്തത് 5 into 60 plus 10 into 0 എത്ര കിട്ടും? 300 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ മിനിമം ഇതാണ്, മാക്സിമം രണ്ടിടത്തുണ്ട്. അപ്പൊ എന്താണ് മാക്സിമം അറ്റ് ബി ആൻഡ് സി? മാക്സിമം വാല്യൂ 600, മിനിമം അറ്റ് ഡി, മിനിമം അഥവാ മിനിമം അറ്റ് 60,0, മിനിമം വാല്യൂ ഈസ് 300. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഞാൻ 8ാമത്തത് കൂടെ കാണിച്ചു തരാം. 9ഉം 10ഉം ഹോംവർക്ക് വേണ്ട. 9ഉം 10ഉം ഹോംവർക്ക് വേണ്ട. അപ്പൊ അടുത്ത ഹോംവർക്ക് പറയാണ് 2.1-ലെ ഇപ്പൊ നിലവിൽ ഞാൻ 5 ഹോംവർക്ക് പറഞ്ഞു, 7 ചെയ്ത് കാണിച്ചു. 8 ഹോംവർക്ക് 9 ഹോംവർക്ക്. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാലൊക്കെ വരയ്ക്കാൻ അറിയാലോ. ഇങ്ങനെ ഒരു ഗ്രാഫ് ഇരിക്കുന്നു, ഇതാണ് എക്സിലെ 2 എങ്കിൽ ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു 2 അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2,0, വൈയുടെ വില 0 ആണ്. അപ്പൊ 2,0 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതൊക്കെ അറിയാലോ. എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എക്സിലെ 2-ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അങ്ങനത്തെ പരിപാടിയൊക്കെ ഓർക്കണം കേട്ടാ. അത് അറിയാമെങ്കിലേ 9ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളേ. അപ്പം
പത്താമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തുതരാം. പത്താമത്തേതാകുമ്പോഴത്തേന് ഫസ്റ്റ് എക്സസൈസ് ചെയ്യും കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്, മാക്സിമൈസ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, മാക്സിമൈസ് z is equal to x plus y subjected to the constraints x minus y less than or equal to minus 1 minus x plus y less than or equal to 0 x greater than or equal to 0 y greater than or equal to 0. ഇതിന്റെ മീനിങ് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓരോന്നിനു വേണ്ടി വരയ്ക്കാം. ഞാൻ സ്പീഡ് എടുക്കുകയാണ് കേട്ടോ. ഇത്രയും നല്ലതായിട്ട് പറഞ്ഞു തന്നില്ലേ. എക്സ് വൈ മുകളിൽ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 1, എക്സ് 0 കൊടുക്കുമ്പോൾ മൈനസ് വൈ ഈസ് ഈക്വൽ ടു വൈ 1 എന്ന് കിട്ടും, വൈ 0 കൊടുക്കുമ്പോൾ എക്സ് മൈനസ് 1 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ഗ്രാഫ് ഇത് വരയ്ക്കുകയാണെങ്കിൽ മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0. ഇവിടെ കോൺസ്റ്റന്റ് ഇല്ലാത്ത കൊണ്ട് നമുക്ക് ഒരു കാര്യം എന്ത് പറയാം, ഉറപ്പിച്ച് പറയാം, പാസസ് ത്രൂ ഒറിജിൻ എന്ന് വെച്ചാൽ 0 0 വരുന്നുണ്ട്. എന്നിട്ട് എക്സിന് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കും. എക്സിന് ഞാൻ തൽക്കാലം 1 കൊടുത്താൽ ഇത് എങ്ങനെ മാറും, മൈനസ് 1 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0, വൈ ഈസ് ഈക്വൽ ടു ഇതപ്പുറമാകുമ്പോഴത്തേന് മൈനസ് 1 അപ്പുറമാകുമ്പോൾ പ്ലസ് 1 ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കാൻ ഇങ്ങനെ വരച്ചു, ഇത് വരച്ചു, 1 2 3 4 5 മാർക്ക് ചെയ്തു. ഇവിടെ മൈനസ് 1 ഉണ്ട് അല്ലെ, എക്സിന് മൈനസ് 1 ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് മൈനസ് 1 മൈനസ് 2 കൂടെ മാർക്ക് ചെയ്ത് 1 2 3 4 5 അങ്ങോട്ട് പോയി. വൈ ആക്സിസ് നെഗറ്റീവ് വേണമെന്നില്ല, കാര്യം വൈക്ക് നെഗറ്റീവ് ഒന്നും പറ്റില്ല. ഇവിടുത്തെ പോയിന്റുകൾ 0 1 0 1 എന്ന് പറഞ്ഞാൽ വൈയിലെ 1 ഈ പോയിന്റ്. അടുത്ത മൈനസ് 1 0 എന്ന് വെച്ചാൽ എക്സിലെ മൈനസ് 1. ഇത് തമ്മിൽ എന്ത് ലൈൻ, സോളിഡ് ലൈൻ ഇങ്ങനെ പോകും. മുമ്പത്തെ പേരൊക്കെ എഴുതും. എന്താണ്, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് 1 ആരോ മാർക്കൊക്കെ എഴുതും. അടുത്ത ഇത് എന്താണ്, 0 0 എന്ന് വെച്ചാൽ ഒറിജിൻ. അടുത്ത എന്താണ്, 1 1 എന്ന് വെച്ചാൽ എക്സിലെ 1ഉം വൈയിലെ 1ഉം കൂടെ കൂട്ടുമുട്ടുന്ന ഇത് വെച്ചാൽ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നു. പ്രത്യേകിച്ച് ഇതൊരു പാരലൽ ലൈൻ സിസ്റ്റം കേട്ടോ. സ്കെയിലിനെക്കാളെന്ന് വരയ്ക്കുമ്പോ കിട്ടും, ഞാനിപ്പോ അളന്നിട്ടൊന്നുമില്ലല്ലോ. ഇനി നോക്കാം ആദ്യത്തേത്, റെഡ് ലൈൻ എങ്ങോട്ടാ ഷെയ്ഡ് ചെയ്യേണ്ടത്, 0 കൊടുത്ത എക്സിന് വൈക്ക് 0 കൊടുത്ത 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1. പോവാണോ ഫോൾസ് ആണോ, മൈനസ് 1 ഒക്കെ ചെറുതാണോ 0 അല്ലല്ലോ, ഫോൾസ് അല്ലേ. എന്ന് വെച്ചാൽ ഒറിജിൻ ഇല്ലാത്ത ഭാഗം മുകളിലേക്ക്. അപ്പൊ റെഡ് നേരെ ഞാൻ കാണിക്കുക, റെഡ് മുകളിലേക്കാണ്. ഇത് ഇവിടെ 0 ഇട്ട് ചെക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല. കാര്യം എന്താണ്, കോൺസ്റ്റന്റ് ഇല്ലാത്തവര് 0 ഇട്ട് ചെക്ക് ചെയ്താൽ ഉറപ്പില്ല. കാര്യം ലൈൻ പാസസ് ത്രൂ 0. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെ എടുക്കുക, ഇതെടുക്കുക. അതെന്ന് പറഞ്ഞാൽ 2,0 എക്സിന് 2 വൈക്ക് 0 കൊടുത്തേ മൈനസ് 2 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ട്രൂ ആണോ ഫോൾസ് ആണോ, ട്രൂ ആണ്. എന്ന് വെച്ചാൽ ഇവനുള്ള ഭാഗം. അപ്പൊ മഞ്ഞയുടെ പേര് എഴുതിയില്ലായിരുന്നല്ലേ, മൈനസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 0. ഇതെന്താണ്, ഈ വട്ടമിട്ടേക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ താഴേക്ക്. അപ്പൊ നമുക്ക് ഓരോ ഭാഗം നോക്കാം. ഈ ഭാഗം ചുമപ്പിന്റെ മുകളാണ്, പക്ഷെ മഞ്ഞയുടെ താഴെയല്ല, അപ്പൊ ഇത് വരുന്നില്ല. ഇത് ചുമപ്പിന്റെ താഴെയാണ്, വരുന്നില്ല. ഇത് ചുമപ്പിന്റെ താഴെയാണ്, അപ്പൊ ഇത് വരുന്നില്ല. കോമൺ ഷെയ്ഡഡ് റീജിയൻ ഉണ്ടോ ഇവിടെ, ഇവിടെ കോമൺ ഷെയ്ഡഡ് റീജിയൻ ഇല്ല. നമ്മുടെ കണ്ടീഷൻ എന്താണ്, ചുമപ്പിന്റെ മുകളിൽ വേണം. ചുമപ്പിന്റെ മുകളിൽ കണ്ടീഷൻ അനുസരിക്കുന്ന ഈ ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ രണ്ടെണ്ണം ഇല്ല എന്ന് ഉറപ്പിച്ചു. മഞ്ഞയുടെ താഴെയും വേണം. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ അനുസരിക്കുന്ന ഇവൻ രണ്ടാമത്തെ കണ്ടീഷൻ വരുമ്പോ അനുസരിക്കുന്നില്ല. അപ്പൊ കോമൺ ഷെയ്ഡഡ് റീജിയൻ ഇല്ല, നോ കോമൺ ഷെയ്ഡഡ് റീജിയൻ. അതുകൊണ്ട് ഇതിനെന്താണ്, ഇതിന് ഒന്നുമില്ല, ഒരു കുന്തവും ഇല്ല. മാക്സിമവും ഇല്ല, മിനിമവും ഇല്ല, ഒന്നുമില്ല. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ്. എന്ന് വെച്ചാൽ കൺസ്ട്രെയിൻസും തരും, മാക്സിമൈസ് ചെയ്യേണ്ടവനെയും തരും, എന്നിട്ട് ചെയ്യാം. ഇനി ഒരുത്തം കൂടെ ഉണ്ട്, ഇതൊന്നും തരികയില്ല. പകരം കുറെ കഥ പോലെ അങ്ങ് പറയും. ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, അവിടെ ഒരാൾ ഇത്ര നേരം ജോലി ചെയ്തു, ഇത്ര നേരം ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു,
ഫുട്ബോൾ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അതിൽ മെഷീൻ എത്ര സമയം വർക്ക് ചെയ്തു, മനുഷ്യൻ എത്ര സമയം വർക്ക് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറച്ച് ചെലവിൽ വർക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ കാണുമ്പോൾ നമ്മൾ തന്നെ പേടിച്ചു പോകുന്ന പോലത്തെ ടൈപ്പാണ്. പക്ഷെ സുഖമായിട്ട് എഴുതാം കേട്ടോ, എളുപ്പത്തിൽ എഴുതാം. അതുകൂടെ പഠിച്ചാൽ നമുക്ക് പാഠം വരില്ല. ഓക്കെ, അത് അടുത്ത ദിവസം നാളത്തേക്ക് ചെയ്യാം കേട്ടോ.